യേശുക്രിസ്തുവിൻ്റെ നിസ്തുലമായ നാമത്തിൽ നിങ്ങൾക്കേവർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. നാം ഓരോരുത്തരും കർത്താവിൻ്റെ സാന്നിധ്യത്തിലിരുന്ന് കർത്താവിൻ്റെ വചനം കേൾക്കാൻ പോവുകയാണ്. ഈ വചനം നിങ്ങളെ ജീവിപ്പിക്കും. ഈ വചനം നിങ്ങളെ ആശ്വസിപ്പിക്കും. ഈ വചനം നിങ്ങൾക്ക് പ്രത്യാശ തരും. ഈ വചനം നിങ്ങളുടെ നിരാശ മാറ്റും. ഈ വചനം ആത്മാവിൽ പുതു ചൈതന്യം നിങ്ങൾക്ക് തരും. ഈ വചനം നിങ്ങളുടെ രോഗങ്ങൾ മാറ്റും. ഈ വചനത്തിൻ്റെ ശക്തി. ദൈവം വചനമയച്ചവരെ വിടുവിച്ചു എന്ന് ദൈവത്തിൻ്റെ വചനത്തിലുണ്ട്. വചനമയച്ച് ദൈവം വിടുവിക്കും. വചനമയച്ച് ദൈവം സൗഖ്യമാക്കും. വചനമയച്ച് ദൈവം നമ്മെ ബലപ്പെടുത്തും. ഇതെല്ലാം തിരുവചനത്തിൽ അവിടെ എവിടെയായി ചിതറിക്കിടക്കുന്ന ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. വചനത്തിൻ്റെ ശക്തി. അതേ പ്രിയരെ, ഈ വചനം പറഞ്ഞാണ് ദൈവം ആകാശത്തെയും ഭൂമിയെയും സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും എല്ലാം ഉണ്ടാക്കിയത്. ഉണ്ടാകട്ടെ ദൈവം കൽപ്പിച്ചു, അങ്ങനെ സംഭവിച്ചു. അതേ ശക്തിയുണ്ട് ഈ തിരുവനന്തപുരത്തിലുള്ള ഓരോ വാക്കുകൾക്കും. കാരണം ഇത് ദൈവത്തിൻ്റെ വചനമാണ്. 40-ലേറെ എഴുത്തുകാർ 1500-ലേറെ വർഷങ്ങൾ കൊണ്ട് എഴുതിയതാണ് ഈ ബൈബിൾ. 66 പുസ്തകങ്ങളുള്ള ബൈബിൾ. ഈ ബൈബിൾ എഴുതിയതിനു ശേഷം വേറെ മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല. അതിന് എഡിറ്റഡ് വേർഷൻ എന്ന് പറഞ്ഞ് രണ്ടാമത് എഴുതേണ്ടി വന്നിട്ടില്ല. കാരണം ഇത് പൂർണ്ണതയുള്ള ബുക്കാണ്. ദൈവത്തിൻ്റെ വചനമാണ്. ദൈവം പറയുന്നത് പൂർണ്ണതയുള്ളതാണ്. അത് അങ്ങനെ തന്നെ സംഭവിക്കും. അതുകൊണ്ട് നിങ്ങൾ ഈ വചനം കേൾക്കുന്നതിന് മുമ്പ് വിശ്വാസത്തോടെ ഇന്ന് കേൾക്കുന്ന ഈ വചനം എനിക്ക് വലിയ മാറ്റം തരും, എനിക്ക് വലിയ പ്രത്യാശ തരും, എനിക്ക് വലിയ കാതലായ മാറ്റങ്ങൾ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ജീവിതത്തിൽ നടക്കുമെന്ന് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് തിരുവചനം കേൾക്കുക. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കട്ടെ. ലൂക്കോസിന് സുവിശേഷം 5-ാം അധ്യായത്തിൽ യേശു ഗന്നേസരത്ത് തടാകത്തിൽ ചെന്നു. അനേകർ യേശുവിൻ്റെ അടുക്കൽ വന്നു. യേശു അങ്ങ് നോക്കുമ്പോൾ രണ്ട് പടക് കരയ്ക്കടുത്ത് നിൽക്കുന്നത് കണ്ടു. 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ആ പടകുകളിൽ ശീമോനുള്ളതായ ഒരു പടകിൽ യേശു കയറി. ശീമോൻ്റെ പടകിലേക്ക് യേശു വന്നു. ഞാനിത് ആക്ഷരികമായിട്ടുള്ള ഒരു പടകിനെ കുറിച്ചോ ആക്ഷരികമായിട്ടുള്ള ഒരു വള്ളം അല്ലെങ്കിൽ ബോട്ടിനെ കുറിച്ചല്ല പറയുന്നത്. നമ്മുടെ ജീവിതമാവുന്ന പടകിൽ യേശു വരണം. മറ്റെന്തെല്ലാം വന്നാലും യേശുവിന് തുല്യമാകുകയില്ല, യേശുവിനെ പോലെ ആകുകയില്ല. നിങ്ങളുടെ ജീവിതപ്പടകിൽ ആരാണ് വാഴുന്നത്? ആരാണ് നിങ്ങളുടെ ജീവിതപ്പടകിനെ നിയന്ത്രിക്കുന്നത്? മറ്റാരെല്ലാം വന്നാലും യേശുവിന് തുല്യമാകുകയില്ല പ്രിയരെ. എത്ര വലിയ വിശുദ്ധനെ നിങ്ങളുടെ ജീവിതപ്പടകിൽ സ്ഥാപിച്ചാലും യേശുവിന് തുല്യമാകില്ല, യേശുവിൻ്റെ അരികിൽ വരികയില്ല. ഇതൊരു സത്യമാണ്. നാം ആശ്രയിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും നമ്മുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കേണ്ടതും യേശുവിനെ ആയിരിക്കണം. നമ്മുടെ ജീവിതപ്പടക് യേശുവുള്ള പടകായി ഇരിക്കണം. നിങ്ങളുടെ ജീവിതപ്പടകിൽ യേശു ഉണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ യേശു ഉണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ യേശു വരും. നിങ്ങളുടെ ജീവിതത്തിൽ യേശു ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിൽ യേശു വരും. നിങ്ങളുടെ ജീവിതത്തിൽ യേശു ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്രവർത്തന മേഖലകളിൽ യേശു ഉണ്ടായിരിക്കും. യേശുവിനോട് ചേർന്നൊരു യാത്ര, യേശുവിനോട് ചേർന്നൊരു പ്രവർത്തനം, യേശുവിനോട് ചേർന്നൊരു ജീവിതം, യേശുവിനോട് ചേർന്ന കുടുംബജീവിതം, യേശുവിനോട് ചേർന്ന ഔദ്യോഗിക ജീവിതം, യേശുവിനോട് ചേർന്ന് ദൈവവേല ചെയ്യുന്ന ജീവിതം, യേശുവിനോടൊത്ത്, എപ്പോഴും യേശുവിനോടൊത്ത്. അതെന്തൊരു ഭാഗ്യമാണ്, അതെന്തൊരു സൗഭാഗ്യമാണ്, അതെന്തൊരു സമാധാനമാണ്, അതെന്തൊരു കെട്ടുറപ്പാണ്. 27-ാം സങ്കീർത്തനക്കാരൻ പറഞ്ഞു, യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? എൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും. ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും ഞാൻ ഒറ്റയ്ക്ക്, എന്നാൽ മുന്നിൽ വലിയൊരു സൈന്യം. ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല, ഞാൻ പേടിക്കുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. എന്ത്? യഹോവയുടെ മനോഹരത്വം കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലം ഒക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. അങ്ങനെ ചെയ്താൽ അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും.
തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും. അപ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ എൻ്റെ ചുറ്റുമുള്ള ശത്രുക്കൾ അത് കാണും. പാറമേൽ എന്നെ ഉയർത്തും. കർത്താവിന്റെ സ്തോത്രം. നമ്മുടെ കൂടെ യേശു വേണം. നമ്മുടെ ജീവിതത്തിൽ യേശു വേണം. ഇന്ന് നിങ്ങളുടെ ജീവിതം തകർന്നതാണോ, തളർന്നതാണോ, വേദനപ്പെട്ടും ഭാരപ്പെട്ടും നിങ്ങൾ കഴിയുകയാണോ പ്രിയരെ? ഏതെല്ലാം പ്രതിസന്ധികളിലൂടെ മനുഷ്യർ കടന്നു പോകുന്നു. നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത പ്രതിസന്ധികൾ. മക്കളുണ്ട്, ആണുമുണ്ട്, പെണ്ണുമുണ്ട്. പക്ഷേ ഉള്ളത് തന്നെ അധികം ഭാരമായി കഴിയുന്ന എത്രയോ മാതാപിതാക്കൾ. മക്കളില്ലാത്തതുകൊണ്ട് ദുഃഖിക്കുന്ന മാതാപിതാക്കൾ ഒരുപാട് പേരുണ്ട്. മക്കൾ ഉള്ളതുകൊണ്ട് ദുഃഖിക്കുന്ന മാതാപിതാക്കൾ അതിലേറെയുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായോ? മാതാപിതാക്കൾ ആഗ്രഹിക്കുന്ന വഴിയിലേക്ക് വരുന്നില്ല. മാതാപിതാക്കൾക്ക് മക്കളെ കുറിച്ച് ഓർക്കുമ്പോൾ ടെൻഷനാണ്, ഭയമാണ്. എന്തായിത്തീരും? അവർ ഭാവി പൂക്കുന്നില്ലല്ലോ, തലരണിയുന്നില്ലല്ലോ. എത്രയോ മാതാപിതാക്കൾ സങ്കടപ്പെട്ട് കരയുന്നു. എന്നാൽ പ്രിയ മാതാപിതാക്കളെ, ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ഒരു മനമായി, ഒരു ഹൃദയമായി, യേശുവുള്ളവരായി നിങ്ങളുടെ ജീവിതപ്പടകിലേക്ക് യേശുവിനെ നിങ്ങൾ ക്ഷണിച്ച്, യേശുവിനെ സ്വീകരിച്ച്, നിങ്ങളുടെ ജീവിതമാകുന്ന പടക് യേശു നയിക്കുന്ന, യേശു അമരക്കാരനായിട്ടുള്ള ഒരു ജീവിതമായി നിങ്ങളുടെ ജീവിതം തീർന്നാൽ പിന്നെ നിങ്ങളുടെ കാര്യം കർത്താവിൻ്റെ കാര്യം, നിങ്ങളുടെ മക്കളുടെ കാര്യം കർത്താവിൻ്റെ കാര്യം. ഇന്ന് അനേകർ ടെൻഷൻ അടിച്ച് കഴിയുകയാണ്. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പറയും, അല്ലെങ്കിൽ ഒരുപടി 100 കാര്യങ്ങൾ പ്രാർത്ഥിക്കാൻ പറയും. അത് വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. എന്നാൽ എൻ്റെ പ്രിയരെ, നിങ്ങൾ കർത്താവിൻ്റെ വകയായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കർത്താവിനോട് പറയാം. പിന്നെ നിങ്ങളുടെ വിഷയം സ്വർഗത്തിൻ്റെ വിഷയമാകും. നിങ്ങളുടെ വിഷയം യേശുക്രിസ്തുവിൻ്റെ വിഷയമാകും. നിങ്ങൾ ചില കാര്യങ്ങൾ പ്രാർത്ഥിക്കാതെ പോലും കർത്താവ് നിങ്ങളുടെ കാര്യങ്ങൾ മുന്നമേ നടത്തും. ഞാൻ പറയട്ടെ, മക്കൾ എല്ലാ ആവശ്യങ്ങളും മാതാപിതാക്കളോട് പറഞ്ഞിട്ടല്ല മാതാപിതാക്കൾ ചിലതെല്ലാം ചെയ്യുന്നത്, അല്ലേ? മാതാപിതാക്കളോട് പറയാത്ത കാര്യങ്ങൾ പോലും മാതാപിതാക്കൾ ചെയ്യും. എന്തുകൊണ്ട്? തങ്ങളുടെ മക്കളോടുള്ള സ്നേഹവും വാത്സല്യവും. ഇതാണ് യേശുക്രിസ്തു നമ്മോടുള്ള സ്നേഹം. സ്വർഗത്തിലെ ദൈവത്തെ അപ്പാ എന്ന് വിളിക്കുന്ന ആ ശ്രേഷ്ഠ പദവിയിലേക്ക് നാം വന്നാൽ നമ്മുടെ കാര്യം സ്വർഗത്തിലെ ദൈവത്തിന്റെ കാര്യമാകും. നമ്മുടെ ആത്മീയ കാര്യങ്ങൾ, നമ്മുടെ ഭൗതിക കാര്യങ്ങൾ, നമ്മുടെ ഭാവി കാര്യങ്ങൾ, നമ്മുടെ മക്കളെ കുറിച്ചുള്ള കാര്യങ്ങൾ, അവരുടെ ഭാവി കാര്യങ്ങൾ, അവരുടെ വിദ്യാഭ്യാസം, നമ്മുടെ വീടിന്റെ കാര്യം, നമ്മുടെ വാഹനത്തിന്റെ കാര്യം. ഞാൻ പറഞ്ഞത് കുറെ ഭൗതികമായ കാര്യങ്ങളാണ്. എന്നാൽ അതിലുപരിയായി നമ്മുടെ ആത്മാവിന്റെ കാര്യങ്ങൾ, നമ്മുടെ ആത്മാവിന്റെ രക്ഷയ്ക്കുള്ളത്, നമ്മുടെ ആത്മാവിന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടത്, നമ്മുടെ ആത്മാവിൽ സ്ഥിരതയോടെ ക്രിസ്തുവിനോടൊത്ത് പോകേണ്ടതിനുള്ളതായ ചില ഉപദേശങ്ങളും ചില നിർദ്ദേശങ്ങളും ചില ഗൈഡൻസും എല്ലാം കർത്താവ് തരും. നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തെ ഇതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളുമെന്ന് തിരുവനന്തപുരത്തൊരു വാക്യമുണ്ട്. ആലോചനയാൽ നടത്തും. നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ, നിങ്ങൾ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാവുന്നു, ഇതിൽ നടന്നൊഴിയുന്നൊരു ശബ്ദം പിറകിൽ നിന്ന് കേൾക്കും. കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്. യഹോവയുടെ പിൻപട നിനക്ക് ചുറ്റുമുണ്ടായിരിക്കും. എൻ്റെ പ്രിയരെ, ഇത് വെറുതെ മോഹിപ്പിക്കുന്ന ചില വാക്കുകളല്ല. വാസ്തവമായി നിങ്ങൾ യേശുവിന് വേണ്ടി ജീവിതം വിട്ടുകൊടുത്താൽ നിങ്ങൾക്ക് ടെൻഷൻ ഇല്ലാതെ ജീവിക്കാം, ആകുലപ്പെടാതെ ജീവിക്കാം. ഉണ്ടാകും, ടെൻഷൻ അടിക്കേണ്ട സാഹചര്യം ഉണ്ടാകാം, ആകുലപ്പെടേണ്ട സാഹചര്യങ്ങൾ വരാം, വിഷമിക്കേണ്ടതായ ചില സാഹചര്യങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ടി വരാം. ഒരുപക്ഷെ തീച്ചൂളയുടെ അനുഭവത്തിലൂടെ പോകേണ്ടി വരാം. എന്നാൽ തീച്ചൂളയിൽ യേശുക്രിസ്തു ഇറങ്ങി വന്ന ശത്രുക്കിനെയും മേശക്കിനെയും അഭേദനെയും തീയുടെ മണം പോലും അടിക്കാതെ കരങ്ങൾ താങ്ങിയതുപോലെ നിങ്ങളുടെ മുന്നിൽ വന്നു നിൽക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങളെ ബാധിക്കാതെ യേശുക്രിസ്തു നിങ്ങളെ കരങ്ങളിൽ താങ്ങും. ഇന്ന് ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, മോനെ, നീ തീച്ചൂളയിലൂടെയാണ് പോകുന്നത്. എന്നാൽ തീയുടെ മണമേൽക്കാതെ ശത്രുക്കിനെയും മേശക്കിനെയും അഭേദനെയും നടത്തിയ ജീവന ദൈവം നിന്നെയും ഈ തലമുറയിൽ നടത്തും. നീ വിശ്വസ്തനായിരിക്കണം, നീ ധൈര്യമുള്ളവനായിരിക്കണം. ശത്രുക്ക മേശക അഭേദനവും പറഞ്ഞു, രാജാവേ, നെബൂഖദ്നേസറേ, ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് ഉത്തരം പറയേണ്ട ആവശ്യമൊന്നുമില്ല. നീ വെച്ചിരിക്കുന്ന ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കുകയില്ല. ഞങ്ങൾ സേവിക്കുന്ന ദൈവം ഞങ്ങളെ അതിൽ നിന്ന് വിടുവിക്കും, തീച്ചൂളയിൽ നിന്ന് വിടുവിക്കും. ഇനി വിടുവിച്ചില്ലെങ്കിലും ഞങ്ങൾ നിന്റെ ബിംബത്തെ നമസ്കരിക്കില്ല. അതിന് രണ്ടാമതും ചിന്തിക്കേണ്ട ആവശ്യമില്ല. രാജാവിന് കോപം വന്നു. രാജാവ് പറഞ്ഞു, തീച്ചൂളയുടെ
ചൂട് എത്രയാ 4 ഇരട്ടിയോ 10 ഇരട്ടിയോ ആയിട്ട് വർദ്ധിപ്പിക്കാൻ പറഞ്ഞു. തീച്ചോളയിലേക്ക് എടുത്തിട്ടു ശത്രുക്കനെ മേശിനെ അഭേദനവേനെയും. എടുത്തിടാൻ പോയ ബലിഷ്ഠരായ ആളുകൾ അവർ ദഹിച്ചുപോയി. അത്രമാത്രം ചൂടായിരുന്നു. എന്നാൽ രാജാവ് നോക്കുമ്പോൾ 3 പേരെ തീച്ചുളയിലേക്ക് ഇട്ടുവെങ്കിലും 4 പേര് തീച്ചുളയിൽ കാണുന്നു. അവരെ പുറത്തു കൊണ്ടുവന്നു. പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ തീയുടെ മണം പോലും അവർക്കില്ല. നിങ്ങൾ പോകുന്ന പ്രശ്നങ്ങൾ നിങ്ങളെ തൊടാതെ യേശു ക്രിസ്തു നിങ്ങളെ കവർ ചെയ്യും. നിങ്ങളുടെ രോഗങ്ങൾ, നിങ്ങളുടെ കടബാധ്യതകൾ, നിങ്ങളുടെ മക്കളുടെ പ്രശ്നങ്ങൾ, നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങൾ നിങ്ങളെ തൊടാതെ, നിങ്ങളുടെ ഹൃദയത്തെ തൊടാതെ, നിങ്ങളുടെ ജീവിതത്തെ തൊടാതെ യേശു നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നൊരു ഉന്നതമായ ക്രിസ്തീയ ജീവിതത്തിൻ്റെ പദവിയുണ്ട്. മനുഷ്യൻ ടെൻഷൻ അടിച്ച് വലഞ്ഞു കഴിയുന്നു. മകനെ, പ്രിയമകളെ, കർത്താവ് പറയുന്നു, മകനെ, നീ ടെൻഷൻ അടിച്ച് നിന്റെ ജീവിതം കളയണ്ട. ആകുലപ്പെട്ടും സങ്കടപ്പെട്ടും ഏകാന്തതയിലും ഇരുന്ന് നിന്റെ ജീവിതം നശിപ്പിക്കണ്ട. നിനക്ക് ആഹ്ലാദത്തോടെ ജീവിക്കാം, ആനന്ദത്തോടെ ജീവിക്കാം, പ്രതീക്ഷയോടെ ജീവിക്കാം, ആരാധനയോടെ ജീവിക്കാം, സൗഭാഗ്യമുള്ള ജീവിതം നയിക്കാം. നിരാശപ്പെട്ടും വാടിയും മുഖം വാടിയും മനം വാടിയും കഴിയേണ്ടവനെ സൗഭാഗ്യമുള്ളൊരു ജീവിതം നിനക്ക് തരാനാണ് യേശു ക്രൂശിൽ തലയാച്ച് പ്രാണനെ വിട്ടത്. യേശു കാൽവറിയിൽ യാഗമായത്. യേശുവിൻ്റെ രക്തം നമുക്ക് വേണ്ടി ഒഴുക്കിത്തന്നത്. ആ പരമയാഗത്തിൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. ഹല്ലേലൂയ. എൻ്റെ പ്രിയരെ, നിങ്ങൾക്ക് യേശുവിനെ സ്വീകരിക്കാമോ? യേശുവിന് വേണ്ടി ജീവിതം കൊടുക്കാമോ? യേശുവിനെ ജീവിത പടകിലേക്ക് ക്ഷണിക്കാമോ? ശീമോൻ പത്രോസിൻ്റെ പടകിൽ യേശു വന്നു. ഹല്ലേലൂയ. ശീമോൻ പത്രോസിൻ്റെ ജീവിതത്തിൽ പടകിൽ യേശു വന്നപ്പോൾ അവിടെ എന്തെല്ലാം നടന്നുവെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ, അടുത്ത മെസ്സേജിൽ നമുക്ക് കേൾക്കാം. ഇപ്പോൾ നിങ്ങളുടെ ജീവിതപ്പടകിലേക്ക് യേശുവിനെ ക്ഷണിക്കൂ. യേശുവിനായി നിങ്ങളുടെ ജീവിതപ്പടക് വിട്ടുകൊടുക്കൂ. അത് ഭാഗ്യമാണ്, അത് മഹാഭാഗ്യമാണ്. അതിന് കർത്താവ് നിങ്ങൾക്ക് ഭാഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അനുഗ്രഹിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. എൻ്റെ പ്രിയ സഹോദരീ സഹോദരങ്ങളെ, നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയങ്ങളോ ഏതെങ്കിലും കാര്യങ്ങൾ ഞങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. ഞങ്ങൾ നിങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും.